പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് ഇവരെയും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വളരെ വളരെ സ്നേഹമേറിയ ഒരു പ്രാർത്ഥനയാണ്. ക്രിസ്തുവിനറിയാം പിതാവിൻ്റെ അടുക്കെന്നാണ് വന്നത്. അവർ രണ്ടും ഒന്നാണ്. പിതാവിൻ്റെ മഹത്വം എന്തെന്നും പുത്രൻ്റെ മഹത്വം എന്തെന്നും യേശുവിനറിയാം. ആ യേശു പറയാണ്, നിൻ്റെ മഹത്വം എനിക്കുള്ളത്, എനിക്ക് ഉലകസ്ഥാപനത്തിന് മുൻപേ, നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ആ മഹത്വം ഇവരറിയുകയും അവരത് കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു. അത് അവർക്കും കൂടെ കൊടുക്കണമെന്ന് യാചിക്കുകയാണ്. അവൻ്റെ ആഗ്രഹം എന്തൊരു നല്ല പ്രാർത്ഥനയാണ്. എനിക്ക് നീ ഉലകസ്ഥാപനത്തിന് മുമ്പ് നൽകിയ മഹത്വം എനിക്ക് തന്നിട്ടുള്ള ഈ ശിഷ്യന്മാർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവർ എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ആ ആഗ്രഹം പറഞ്ഞ ഉടനെ നിവർത്തിക്കുന്നത് ആ ശിഷ്യന്മാരെല്ലാവരും, ഒരാളൊഴികെ, യൂദ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇന്ന് 12 സിംഹാസനത്തിൽ പിതാവിൻ്റെ മഹത്വത്തിന് യോജിച്ച വിധത്തിൽ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ വാഴുന്നുണ്ട്. നമുക്കും വലിയ പദവികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പോയി കാണുവീൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. 3-ാം സർഗ്ഗത്തിലോട്ട് കയറി ചെന്ന് ഇത് കണ്ടിട്ട് അനുഗ്രഹങ്ങൾ താഴോട്ട് വന്ന് കൊടുക്കാൻ നമ്മുടെ ഇന്ത്യയിൽ ആഹ്വാനം ചെയ്യും. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിച്ചിരിക്കും. ആമേൻ.